നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പരീക്ഷയാവട്ടെ, മറ്റേതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാവട്ടെ, പ്രോപ്പർ ആയിട്ട് എങ്ങനെ റിവിഷൻ അടിക്കാം, അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? റിവിഷൻ എന്താണ്? റിവിഷൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലൂടെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പോകുക. അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി പോകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓർമ്മ പുതുക്കലാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്തലാണ്. അപ്പൊ ഈ റിവിഷൻ എപ്പോഴെങ്കിലും തുടങ്ങിയാൽ മതിയോ? ഒരു പരീക്ഷ അടുത്തു, പരീക്ഷയുടെ അന്ന് രാവിലെ റിവിഷൻ അടിച്ചാൽ മതിയോ? പോരാ. റിവിഷൻ നേരത്തെ തുടങ്ങുക. പറ്റിയാൽ ഒരു 2 മാസം മുന്നേ തന്നെ റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ പോർഷൻസ് പഠിച്ചു തീരണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം ഷെഡ്യൂൾ ചെയ്യാൻ. ഒരു പാഠഭാഗം എടുത്താൽ ഒരുപാട് ദിവസങ്ങളൊന്നും അതിന് പഠിക്കാൻ കൊടുക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പാഠഭാഗമൊക്കെ ഒരുപാട് സമയം നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? പരീക്ഷ ക്രാക്ക് ചെയ്യണം. അല്ലാതെ ഇത് പഠിച്ച് അങ്ങ് പോവുകയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു വേണം ഓരോ പാഠഭാഗത്തെ നിങ്ങൾ സമീപിച്ച് പഠിക്കാൻ. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കുന്ന നോട്ട്സ്, സംഗ്രഹിച്ചൊക്കെ എഴുതി വെക്കുന്ന ആ ബ്രീഫ് നോട്ട്സ് ഉണ്ടല്ലോ, ഷോർട്ട് നോട്ട്സ്, അതായിരിക്കും റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നത്. അപ്പൊ നേരത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരു 2 മാസം മുന്നേ, അതും പറ്റിയില്ലെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഓടിപ്പിടിച്ചുള്ള റിവിഷൻ കൊണ്ട് യാതൊരു ഫലവുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണ്ടി റിവിഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമേ വിവിധ വിഷയങ്ങൾ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, ഫിസിക്സും മാത്സും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മാത്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ്, ഷോർട്ട് കട്ട്സ് ഒക്കെ ഫിസിക്സിലും യൂസ്ഫുൾ ആണ്. അപ്പോൾ വിവിധ വിഷയങ്ങളുടെ ബന്ധപ്പെടൽ, വിവിധ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് പ്രോപ്പർ റിവിഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും റീകളക്ട് ചെയ്യാൻ, ഏതിലൂടെ സാധിക്കുന്നു? റിവിഷനിലൂടെ സാധിക്കുന്നു. അപ്പൊ റിവിഷന്റെ പ്രാധാന്യങ്ങളാണ് മറന്നുപോയ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ, വിവിധ വിഷയങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രോപ്പർ റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ടും നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പൊ റിവിഷന് വേണ്ടിയിട്ടും ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഒരുപാട് സമയം എടുത്തൊന്നും സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് പരീക്ഷ ഇങ്ങ് അടുത്തു. പരീക്ഷയ്ക്ക് 1 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ ആണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാൻ 3-4 ദിവസം ഒന്നും എടുക്കല്ലേ. അപ്പോൾ നിങ്ങൾ അധികം സമയം എടുക്കാതെ വേണം റിവിഷന് വേണ്ടിയുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഇനി ഓർമ്മ പുതുക്കാൻ റിവിഷൻ ഹെൽപ്പ് ചെയ്തു. നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ചിട്ട് അവിടെ വിട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ റിവിഷൻ നല്ലതാണ്. ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ റിവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പഠിച്ച കാര്യം നാളെ റിവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഒന്നുകൂടി നോക്കുന്നത് വളരെ നല്ലതാണ്. അത് മൈൻഡിൽ തന്നെ അതുപോലെ കിടക്കും കേട്ടോ. അപ്പൊ ഡെയിലി റിവിഷൻ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി വീക്ക്ലി റിവിഷൻ അടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി റിവിഷൻ അടിക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച സമയത്ത്, ആ പാഠഭാഗം പഠിച്ച സമയത്ത് വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. അത് നിങ്ങൾ റിവിഷൻ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ആവുന്ന കാര്യമാണ്. പുതിയ ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കും. ഇങ്ങനെ ചോദിച്ച പുതിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തുമ്പോൾ ആ പാഠഭാഗത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി അറിവ് നമുക്ക് നേടാൻ സാധിക്കും. അപ്പൊ റിവിഷനിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് അന്ന് നമ്മൾ പഠിച്ചപ്പം ഓർക്കാതിരുന്ന കാര്യങ്ങൾ റിവിഷൻ അടിക്കുമ്പോഴത്തേക്കും അത് മൈൻഡിലേക്ക് വരും. ഇത് എന്തുകൊണ്ടായിരിക്കും? അത് അന്ന് പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇന്ന് എനിക്കത് പുതിയ കാര്യങ്ങൾ, അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ മൈൻഡിലേക്ക് വരും. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ റെഫർ ചെയ്യും. അപ്പൊ കൂടുതൽ അറിവ്, ആ ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി പറ്റും. അപ്പൊ റിവിഷന് ഒരു ടൈം ടേബിൾ വെക്കുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് റിവിഷൻ എന്ന് ഓർക്കുക. റിവിഷൻ അടിക്കുന്നതിലൂടെ പുതിയ ചില ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുന്നു, അതിലൂടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നു, ആ പാഠഭാഗം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു.
ആ പാഠഭാഗം കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ വീക്ക്ലി റിവിഷൻ മസ്റ്റ് ആയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ച നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ റിവിഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ശനി ഞായറുമാണ് നമ്മൾ റിവിഷന് വേണ്ടി വെച്ചേക്കുന്നത്. ഞായറാഴ്ച രാത്രി പരീക്ഷയും ഉണ്ടായിരിക്കും. പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. പരീക്ഷയുമായിട്ടുള്ള ആ ഒരു പേടി അങ്ങ് കളയണം. നമ്മൾ എപ്പോഴും കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണേ. അപ്പൊ അങ്ങനെ കോമ്പറ്റീറ്റീവ് മൈൻഡ് വളർത്തിയെടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെവ്കോ LD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇനി കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളേ. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിത എഡ്യൂടെക് ആപ്പിലെ ഹോം പേജിൽ തന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെവ്കോ LD അതുപോലെ CPO WCPO ഫയർമാൻ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉടനെ തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്തോളാം. ഓക്കെ, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കമ്പനി LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കമ്പനി LGSന്റെ മുൻവർഷ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. അതിൽ ഓരോ ഏരിയാസിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു എന്ന് രേഖപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, കേരള ഹിസ്റ്ററി, കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ നിന്നും എത്ര ചോദ്യം വന്നു, അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വന്നു, അതിൽ തന്നെ ആരെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ, അയ്യങ്കാളിയെ പറ്റിയായിരിക്കും കൂടുതൽ ചോദിച്ചത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയായിരിക്കും കൂടുതൽ ചോദിച്ചത്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആൾക്കാർ ആരൊക്കെയാണ്, അവരെ പറ്റി എത്ര മാർക്കിന് ചോദിച്ചു. മാത്സിലാണെങ്കിൽ മാത്സിൽ ഇന്ന ടോപ്പിക്കിൽ നിന്ന്, മാത്സിൽ കുറെ ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. ഏതൊക്കെ ടോപ്പിക്സ് ചെയ്ത് എത്ര മാർക്കിന് ചോദ്യം വന്നു, ഈ ഇത്രയും മാർക്ക് തന്നെയാണോ അടുത്ത ചോദ്യ പേപ്പർ, അതായത് കമ്പനി LGSന്റെ അടുത്ത വർഷം നടത്തിയ ചോദ്യ പേപ്പറിലും ഇത്രയും ഈ ഏരിയ തന്നെയാണോ ചോദിച്ചത്, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് തന്നെയാണോ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തത്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയാസ് കണ്ടെത്താനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനും സാധിക്കും. അത് റിവിഷന്റെ ടൈമിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ പോർഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവിഷൻ അടിക്കാനും പറ്റും. ഇനി പല സമയങ്ങളിലായിട്ട് വേണം റിവിഷൻ അടിക്കാൻ. അതായത് ഒരു ടോപ്പിക്കും വെച്ച് ഒരു ദിവസം മൊത്തം ഇരിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ദിവസം തന്നെ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. മാത്സ് റിവൈസ് ചെയ്യുക, മെന്റൽ എബിലിറ്റി റിവൈസ് ചെയ്യുക, ഇംഗ്ലീഷ് റിവൈസ് ചെയ്യുക, മലയാളം റിവൈസ് ചെയ്യുക. അങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സിന് ഒരു ദിവസം സമയം കൊടുക്കുക. ഇപ്പൊ മാത്സ് രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ റിവിഷൻ അടിച്ചു. പിന്നെ ആ ദിവസം തന്നെ വേറെ ഏതെങ്കിലും സമയത്ത് വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെ മാത്സിന് വീണ്ടും സമയം കൊടുക്കുക. അപ്പൊ അങ്ങനെ പല സമയങ്ങളിലായിട്ട് റിവിഷൻ അടിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ മടുപ്പ് വരും കേട്ടോ. ഒരു കാര്യം തന്നെ ഇങ്ങനെ ദീർഘനേരം നിങ്ങൾ റിവിഷൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്സിന് തന്നെ രാവിലെ 6 മണി തൊട്ട് 10 മണി വരെ സമയം കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ മടുത്തു പോകും. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ പല ഇടവേളകളിലായിട്ട് റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വിഷമകരമായ പാഠഭാഗം തുടക്കത്തിൽ എടുത്തിടാൻ പാടില്ല. ഇപ്പൊ റിവിഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ വിഷമകരമായ പാഠഭാഗം എടുത്തിടരുത്. അത് മനസ്സിനെ തന്നെ ഒന്ന് ഡൗൺ ആക്കും. അങ്ങനെ ചെയ്യരുത്. എളുപ്പമുള്ള പാഠഭാഗങ്ങൾ റിവിഷൻ അടിക്കുക. മനസ്സിനെ ഒന്ന് എന്താക്കി വെക്കുക, പോസിറ്റീവ് ആക്കി വെക്കുക, ഒരു ധൈര്യം കൊടുക്കുക, സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, സ്ട്രെങ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ പാഠഭാഗം പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ച നോട്ട്സ് ഉണ്ടല്ലോ, ഷോർട്ട് നോട്ട്സ്, അത് വേണം റിവിഷൻ ടൈമിലെടുത്ത് റിവൈസ് ചെയ്യാൻ കേട്ടോ. ഇനി യാത്രാവേളകളും ഒഴിവ് സമയങ്ങളും ഒക്കെ തന്നെ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. യാത്രാ സമയങ്ങളിൽ നിങ്ങൾ ഒരു പരീക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്നതാണ് ലക്ഷ്യം. അപ്പോൾ യാത്രാ സമയങ്ങളായാലും ഒഴിവ് വേളകളായാലും എപ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ടൈം ഡിവിഷൻ ഉണ്ടായിരിക്കണം. അതിന് ടൈമിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനും കൂടി നോക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റിവിഷൻ അടിച്ച് പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ട് വരാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഫോളോ ചെയ്ത കാര്യം. ഞാൻ ഗവൺമെന്റ് ജോലി നേടിയെടുക്കുകയും ചെയ്തു. അപ്പൊ ആ കാര്യങ്ങൾ, ആ ടിപ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, യൂസ്ഫുൾ ആയില്ലേ? ടിപ്സ് ഒക്കെ യൂസ്ഫുൾ അല്ലേ? യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ബാച്ച് കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ലിമിറ്റഡ് സീറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്